എണ്ണ ചൂടായി അതിനകത്തോട്ട് കുറച്ച് ഒരു 3 പ്രാവശ്യം ഇടണം. 3 പ്രാവശ്യമായിട്ട് വറുക്കാൻ. എല്ലാ വർഷവും ഓണത്തിന് വീട്ടിലെ ഏത്തയ്ക്ക ഉപ്പേരി വറുക്കും. ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. ഏത്തയ്ക്ക നമ്മൾ വീട്ടിൽ വറുക്കുന്നത് ഏറ്റവും ടേസ്റ്റിയാണ്. ഏത്തയ്ക്ക ഉപ്പേരി വറുക്കാൻ നമ്മൾ ഏത്തയ്ക്ക പൊളിച്ച് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ കറ കളയാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 1.5 സ്പൂണ് ഉപ്പ് പൊടി ഇട്ട് രണ്ടും കൂടി മിക്സാക്കും. ഇതിലാണ് ഏത്തയ്ക്ക നമ്മൾ പൊളിച്ചിടുന്നത്. ഏത്തയ്ക്ക പൊളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സുന്ദരമായ കൈ വൃത്തികേടാവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ അകവും പുറവും തേക്കണം. ഇല്ലെങ്കിലേ അരിയുമ്പോൾ ഭയങ്കര കറയായിരിക്കും, കറുത്തിരിക്കും കൈ. എന്നിട്ട് അരിയുന്നത് കായുടെ ഈ 2 ഭാഗം ചെറുതായിട്ട് മുറിച്ചളഞ്ഞിട്ട് ഇങ്ങനെ വരയണം. വരഞ്ഞിട്ട് കണ്ടോ ഇതുപോലെ പൊളിക്കണം. പണ്ട് അച്ഛനെ ഓട്ടുരുളിയിൽ ഉപ്പേരി വറുക്കാൻ മുറ്റത്ത് ചൂട്ടും കൊതുമ്പൊക്കെ ആയിട്ട് വെച്ച് വറുക്കുമ്പോൾ ഞങ്ങൾ പിള്ളേർ അതിൻ്റെ അടുത്ത് പോയിരുന്ന് കൊതിയിടും. അന്ന് അത് തിന്നിട്ടേ ഞങ്ങൾ ഉറങ്ങും. ഇതുപോലെ പൊളിച്ച് എല്ലാം മഞ്ഞൾ വെള്ളത്തിൽ ഇടണം. കായെല്ലാം അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇട്ടേക്കണം. വെളിച്ചെണ്ണ തുടച്ചുകൊണ്ടാണ് കറയില്ല കയ്യിൽ. എല്ലാവരും ഇത് ചെയ്യണം. വെളിച്ചെണ്ണ നല്ലോണം കയ്യെ തൂത്തിട്ട് കായ അരിഞ്ഞാൽ കറ ഉണ്ടാകത്തില്ല. പണ്ട് മുതലേ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ ഏത്തയ്ക്കായുടെ തൊലിയും വൻപയറോ അല്ലെങ്കിൽ ചെറുപയറോ ഇട്ട് തോരൻ വയ്ക്കും. നല്ല ടേസ്റ്റാണ്. പണ്ടും അല്ല എപ്പോഴും അല്ല, ഞങ്ങളെടുക്കും ഇപ്പോഴും. ഈ തൊലി കുറച്ച് ഉപയോഗിക്കണം നമ്മൾ. അതിന് ശേഷം ഏത്തയ്ക്ക വറുക്കാനായിട്ട് ഈ ഭാഗം കുറച്ച് മുറിച്ച് കളയണം. 2 ഭാഗം കുറച്ച് മുറിച്ച് കളയണം. കനം കുറച്ച് അരിയണം. ഒരേ കനത്തിൽ അരിയണം. അല്ലെങ്കിൽ പല രീതിയിൽ അതിൻ്റെ മൂപ്പ് വരും. അതുകൊണ്ട് ഈ കനയാകാവും. കന നൂറ് വർഷമായ ഒരു ഉരുളി ഇവിടെ താഴെ ഇരിപ്പുണ്ട്. അത് ഇനി തേച്ചെഴുതി എടുക്കണം. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ആ ഉരുളിന് തേച്ചെഴുതി എടുക്കാൻ ഒരു ജോലിയാണ്. എന്നിട്ട് ഇത് ചൂടാകുമ്പോഴേ വെളിച്ചെണ്ണയ്ക്ക് വരെ ഞാൻ ഈ വർഷമേ തവിടെണ്ണ ഉപയോഗിക്കുന്നത്. തവിടെണ്ണയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലായത്. തവിടെണ്ണ ഉപയോഗിച്ച് ഈ വർഷം ചിപ്സ് വറുക്കുക. ഈ വർഷം ഒരു 10-20 കൊല ഉണ്ടായിരുന്നു വയലിൽ. അതിൽ കുറച്ച് കാറ്റടിച്ച് പോയി. 6 കൊല വിറ്റു, 2 കൊല പഴുപ്പിച്ചു. ഇതൊരെണ്ണം വറുക്കാനെടുത്തു. ഇനിയും കുറച്ച് കൊലയുണ്ട്. അതിന് ഓണമാകുമ്പോഴത്തേക്ക് വിളയും. എണ്ണ ചൂടായി അതിനകത്തോട്ട് കുറച്ച് ഒരു 3 പ്രാവശ്യം ഇടണം.
3 പ്രാവശ്യമായിട്ട് വറുക്കാനേ പറ്റും, ഒറ്റ അടിക്ക് പറ്റത്തില്ല. എപ്പോഴും ഇളക്കരുത്, ഒരു പ്രാവശ്യം ഇളക്കിയിട്ട് പിന്നെ ഇത് വെന്തളിഞ്ഞു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് എപ്പോഴും ഇളക്കരുത്, ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ചെറുതായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. പണ്ടൊക്കെ ഉത്രാടത്തിൻ്റെ അന്നാണ് ഉപ്പേരി വറുക്കുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് ഉപ്പേരി വറുക്കുമ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും. അന്ന് ഇതുപോലൊന്നുമല്ല, പിന്നെ ഏത്തയ്ക്ക, ചേമ്പ്, ചേന, ചീനി, ശർക്കര വരട്ടി ഇത്തിരി, എന്നിട്ട് എല്ലാം അന്ന് ടിന്നൊന്നും അല്ലല്ലോ, എൻ്റെ കൊച്ചുനാളൊക്കെ ടിന്നല്ല, മൺകലം, ഇത്രയുള്ള മൺകലത്തിനകത്ത് ഇതെല്ലാം വറുത്ത് കോരി അടച്ച് കെട്ടി പത്തായമുണ്ട്, പത്തായത്തിനകത്ത് കൊണ്ടുവയ്ക്കും. നമ്മുടെ വീട്ടിൽ വരുന്നവർ കൊടുക്കും. പിന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും പത്തായം തുറക്കും, അച്ഛനും അമ്മയൊന്നും കാണാതെ കട്ടെടുത്ത് തിന്നും. ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനും കാണും. അന്നത്തെ ആ ഉപ്പേരിയുടെയൊക്കെ മണം, ചേന ഉപ്പേരിയുടെയൊക്കെ മണം രുചി ഇപ്പോഴും എന്തോ നമുക്ക് ഓർക്കുമ്പം ഭയങ്കര ഇതാ. അന്നത്തെ ഓണം ഇന്നെല്ലാം മേടിക്കും, ആൾക്കാർ വാങ്ങിക്കുക. ഇതിൻ്റെ പാകം നല്ല ക്രിസ്പിയായിട്ട് വരും, അടിപൊളി. മണിക്ക് തുടങ്ങിയതാണ് വറക്കാൻ. ഇപ്പം എത്ര? 8:30 ആയപ്പോൾ തീർന്നു.